ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജേർണലിങ്ങിനെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നു ലൈറ്റ് കുറച്ച് കുറവാണ്, നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കുറേ ദിവസമായി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വെറുതെ സംസാരിച്ചിട്ട് എന്നുവെച്ചാൽ കുറച്ച് കാഷ്വലായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജേർണലിങ്ങിനെ പറ്റിയാണ്, ജേർണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. ജസ്റ്റ് ഇന്ന് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾ ജേർണലിങ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ജേർണലിംഗ് എന്ന വാക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നൊരാളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും അതിനകത്തില്ല. നമുക്ക് എപ്പോഴും എപ്പോഴും പഠിക്കുന്നതാണെങ്കിലും നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ഫുള്ള് മെസ്ഡപ്പ് ആയിരിക്കും, എപ്പോഴും നമ്മൾ മെസ്ഡപ്പ് ആയിരിക്കും. അപ്പോൾ ആ മെസ്ഡായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ മൊത്തം ഈ ചുറ്റി പിണങ്ങി ഒരുപാട് ചിന്തകളും കൺഫ്യൂഷൻസും, എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എന്ത് പഠിക്കണം എന്ന് അറിയാൻ വയ്യാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, അതൊന്ന് ഒന്ന് അഴിച്ച് പതുക്കെ നീറ്റായിട്ടൊന്ന് അൺട്രാവൽ ചെയ്തിട്ട് ഒന്ന് ചുറ്റി വൃത്തിയാക്കി ആ നൂലെല്ലാം കൂടി ചേർത്ത് കെട്ടി വെക്കുന്നതിനെയാണ് നമ്മൾ ഈ ജേർണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ മൈൻഡിലെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റിയെടുക്കുന്നതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അത് നല്ലൊരു പ്രോസസ്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഡയറി എഴുതുന്നുണ്ട്. ഓക്കെ, ഡയറിയും ജേർണലിംഗ് രണ്ട് ഡിഫറെൻറ്റ് തിങ്സ് ആണ്. പക്ഷേ നമുക്ക് ഇപ്പോഴാണ് ഈ ജേർണലിങ്ങും ആ ഒരു ടേംസ് ഒക്കെ ഒത്തിരി പോപ്പുലാരിറ്റി അറ്റൈൻ ചെയ്തത്. പക്ഷെ അന്ന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. എനിക്ക് ഡയറി ഉണ്ട്. ആ ഡയറിക്കകത്ത് ഞാൻ എപ്പോഴും എന്ത് ചെയ്യും, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ, നാളെ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് അറിയത്തില്ല, ഞാൻ ഇതാണ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വരും, എന്താണ് ഞാൻ ഇനി ചെയ്യാനുള്ളത്, ഞാൻ കഴിയുന്ന ദിവസം എന്തൊക്കെ ചെയ്തു എന്നോട് ക്ലാരിറ്റി വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം. ഡെയിലി നമ്മളെല്ലാ ഹ്യൂമൻസും ഇങ്ങനെ ഡേ ബൈ ഡേ ആയിട്ട് കുഞ്ഞു 1% ബെറ്റർ ആയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മളെ എർത്ത്, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞു കേരളം, നമ്മുടെ കുഞ്ഞു ജില്ല പോലും ഒന്ന് നീറ്റ് ആവത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മളെല്ലാവരും ഗ്രോ ചെയ്യണം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യരാണ്. അപ്പം നമ്മൾ ഈ കുഞ്ഞു ജീവിതത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടണം. അല്ലാതെ വെറുതെ ഒഴുക്കിനൊപ്പം ഇങ്ങനെ ഒഴുകി പോകാനാണെങ്കിൽ അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 1% എഫേർട്ട് അങ്ങോട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് റിസൾട്ട് കിട്ടും. അതിന് പറ്റിയ ഒരു മെത്തേഡാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സെറ്റാക്കി എടുക്കാൻ നമുക്ക് വീഡിയോ ചെയ്യാം. ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം കുറേ നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടും എനിക്ക് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെട്ടവും കുറവാണ്. അപ്പോൾ എല്ലാം കൂടി വെച്ച് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞു സ്റ്റെപ്പായിട്ട് ഞാനും കുഞ്ഞു സ്റ്റെപ്പായിട്ട് എടുക്കാം. നമുക്ക് കുഞ്ഞു സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ജേർണലിങ്ങിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജേർണലിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ കൊടുക്കുക. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് ഒന്ന് എനർജറ്റിക് ആയിട്ട് തിരിച്ചുകൊണ്ടുവരാം. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ട്, നമ്മളെ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ആരും എവിടെയും പോരുത്. നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യണം, ഈ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് എനിക്ക് അറിയാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. സത്യം എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റും ഉണ്ട് അതിനകത്ത്. ഇപ്പം ഇങ്ങനെ വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് എന്താണ് ഞാൻ മിസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് സോറി ഫോർ എവറിത്തിങ്. എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റിയില്ല. ഇന്ന് തന്നെ ഉണ്ട് ലേറ്റായി. എനിക്ക് ഇനിയിപ്പോൾ ഇത് ക്ലാരിറ്റി ഉള്ള വീഡിയോ ആണോന്ന് പോലും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ബി ദെയർ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ ദിവസവും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഒരുമിച്ച് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കാം, നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ. ബൈ.